എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരം അനുരാഗസുന്ദരം അത് എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരം അനുരാഗസുന്ദരം അതിരോഗം എൻ ജീവിതാമൃതം കലാലയം. ഷാജിദ് പാട്ടൊക്കെ പഠിച്ചിരിക്കണോ? ഏയ് രീതിയൊന്നും കുഴപ്പമില്ല, രസമുണ്ട്. നല്ല അർത്ഥാണ്, സുഖാണ്. എന്താ ഷാജിമോളെ സുഖമല്ല എനിക്ക്? അതില്ലേ നെറ്റ് കഴിഞ്ഞോ? ഞാൻ നെറ്റ് കയറ്റാൻ പോയത്. കുട്ടികളെ പേരൊക്കെ ആരാ ഇട്ടത്? ഇജാണോ അതോ എൻ്റെ മാപ്പിളയാണോ ഇട്ടത്? ഇക്കന്നെ സെലക്ട് ചെയ്തത്. പാട്ട് പാടോ? ഇല്ല വാടാ, ഒരു പാട്ട് പാടാ. പിന്നെ ഇപ്പം എന്താ പറയാ, നമ്മളെ സർഫുദ്ദീന് വിളിക്കലൊക്കെ ഉണ്ടോ? ഞാൻ എൻ്റെ കഴുത്തിലെ ലോക്കറ്റൊക്കെ കണ്ടു. ആ എസ് എന്ന് എഴുതിയിട്ടുള്ള ലോക്കറ്റൊക്കെ കണ്ടു. വിളിക്കലൊക്കെ ഉണ്ടോ? അവന് പണിയൊക്കെ ഉണ്ടോണാവോ അല്ലേ? പണിയൊക്കെ ഉണ്ടാവും, ദുബായിലല്ലേ. എന്തായാലും വേണ്ടില്ല, സാധാരണ വരുന്ന സമയത്ത് സലാം പറയലുണ്ട്. ഇന്നെന്താ സലാം പറയാഞ്ഞ്? ഒരു സലാം പറഞ്ഞാൽ എന്നാലാണ് ഇപ്പം അതൊക്കെ ശരിയാവുള്ളൂ. ഇങ്ങനെ ആക്കണ്? ജലദോഷം ഉണ്ടോ? പോയി പാരസെറ്റമോൾ എന്തെങ്കിലും വാങ്ങി കുടിക്കേ. ഡോക്ടറെ കാണിക്കുമ്പോൾ 100-200 കൊടുക്കേണ്ടി വരും. അതൊന്നും വേണ്ട, തൽക്കാലം ഇപ്പോൾ ഒരു ജലദോഷത്തിൻ്റെ ഗുളിക വാങ്ങി കഴിച്ചാൽ മതി. അതാണ് ശരിയായിക്കോളും. എന്നാൽ പിന്നെ ഇങ്ങനെ ആക്കില്ല. എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മേലൊക്കെ ആക്കുക സത്യമായിട്ടും. ഇജെന്താ അങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കണ്? എന്ത് രസം കേട്ടോ എന്തായാലും കാണാൻ. ഒരിടത്തൊരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി, എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി, എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ, എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ടേ പോകാമെന്ന് വെച്ചതാണ്. ദുബായിക്കോ അബുദാബിക്കോ ഒക്കെ പോട്ടെ. അങ്ങോട്ട് പോകണമെന്നുണ്ടപ്പോൾ എനിക്ക് വിസ അടിക്ക്. വിസ ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം ദുബായിലോട്ട്. ഞാനെന്തായാലും പോവാട്ടോ. ഇവിടെ നിന്നാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. ഒന്നാമത് ഈ കറങ്ങണ സുഖം ഉണ്ടല്ലോ, അത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടൂല. ഈ കുറച്ച് കുരിപ്പൊക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കറങ്ങുമ്പോൾ ഒരു സുഖം കിട്ടാണ്ട് നമ്മളിതിങ്ങനെ ഒരു കൂടി ഇരുന്ന് എന്താ പറയുക, പൊട്ടക്കിണറ്റിലെ തവളായിരുന്നൊന്നും ആ സുഖം കിട്ടൂല. എന്തായാലും ഒരു കാര്യം എന്നോട് പറയാനുണ്ട്, സർഫല് എന്നെ ചതിക്കുകയാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നി. പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. സത്യത്തിൽ ഈ ആൾക്കാർ പല വയസ്സും എൻ്റെത് പറയണ കേൾക്കുമ്പോഴേ സത്യത്തിൽ എനിക്ക് എത്ര വയസ്സായിക്കണ് എന്ന് പറയാൻ പറ്റുമോ? എനിക്കൊരു 45 കണക്കൂട്ടി. അത്രയെല്ലാം തോന്നുന്നുണ്ടോ? 45 ബ്ലഡി. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചത്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ എൻ്റെ നാത്തുമാരൊക്കെ ഇപ്പോൾ ലോകിയായോ? വിളിക്കലുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ? നാത്തുമാരുടെ കാര്യമൊന്നും പറയണ്ട. ഒരു നാത്തൂന് എനിക്ക് ഗർഭമെല്ലാം ഉണ്ടാക്കി തന്നിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ എന്നെ കാണുന്ന സമയത്ത് നല്ല ക്ഷീണം തോന്നുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നില്ലേ? ഈ 24 മണിക്കൂർ ഈ ഫോണിലേക്ക് നോക്കിയിട്ടേ ഇത് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലേ? ഇത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങ്. ഞാൻ എന്തായാലും പോവാണ്, എനിക്കിന്റെ പണിക്ക് പോകണം. അപ്പൊ അന്നേറ്റ് വർത്താനം പറഞ്ഞാൽ നടക്കൂല്ലോ, നമ്മളെ അരിക്കായി ഉണ്ടാക്കണ്ടേ. എന്നാ ശരി, ഞാൻ പോവാണ്. ഇത് പോയിക്കോ. ഇത് പോയിട്ട് വേണം കുറച്ച് കാര്യം പറയാൻ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കൊക്കെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുള്ള പ്രചോദനം കേട്ടോ. അപ്പൊ തളർത്തരുത്, വളർത്താൻ അനുവദിക്കുക. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രാജിദയുടെ കാര്യമാണെങ്കിലും ഈ നജിലാന്റെ കാര്യമാണെങ്കിലും രണ്ടുപേരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവരെ നമുക്ക് ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ല. പക്ഷെ ചില സംസാരങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടാവും, രണ്ടുപേർക്കും വരുന്നുണ്ട്. രണ്ടുപേരും വന്നാലും രണ്ടുപേരും നല്ല നെഗറ്റീവ് കമന്റ് ആണെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിൽ നിങ്ങൾ തന്നെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്.
ഞാൻ 100% ശരിയാണ് എന്ന് തോന്നുന്ന നിങ്ങൾക്കാണ് നെഗറ്റീവ് കമന്റ് വരുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തോ ഫാൾട്ട് ഉണ്ട്, അപാകത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ അവരുടെ അഭിപ്രായമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കമന്റുകൾ വായിക്കാനും അതിൽ ഉള്ള കാര്യങ്ങൾ പഠിക്കാനും അതിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ അത് തിരുത്താനും നമ്മൾ തയ്യാറാവണം. നിങ്ങൾ രണ്ടുപേരും നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അത് മായ്ച്ചു കളയുന്നുണ്ട്. കമന്റ് ഇട്ട ആളുകൾ തന്നെ പറയുന്നുണ്ട്, അതിൽ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരെന്നെ പറയുന്നുണ്ട് ഞാനിട്ട കമന്റ് അവർ ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് അതിന് മറുപടി ഇല്ല പറയാൻ, അതുകൊണ്ടാണ്. അപ്പൊ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹം. ഇതൊന്നൊരു വരുമാനം കിട്ടിയിട്ടാണല്ലോ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മൾ മെനക്കെടുന്നത്, അല്ലെ? അതിന് സമയം കളയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നല്ലൊരു ഇൻകം കിട്ടട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ഇത് മനസ്സിലാൻ വേണ്ടി ഇത്രേ പറയുന്നുള്ളൂ. കൂടുതൽ പറയാൻ അറിയാത്തോണ്ടല്ല, പറയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടുമല്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ. ഈ എപ്പോഴും ഇല്ലായ്മയും പറഞ്ഞു വരുന്നത് അത് നല്ല പ്രവണതയല്ല, നല്ല രീതിയല്ല എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എല്ലാവരോടും ബൈ ബൈ. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.